ആരാടാ വാങ്ങാനിരുന്നേ? മാവിനെറിഞ്ഞും കാഞ്ഞും ബോർഡൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ടല്ലോ പഠിച്ചോനെ. നേരത്തെ നിങ്ങളെ കുണ്ടരേ ഈ മാവിനെറിഞ്ഞും കാഞ്ഞ് ഇതായി കംപ്ലീറ്റ് ഓട് പൊട്ടിച്ചിട്ടിക്കുന്നത്. ഇത് നാളെ തന്നെ മാറ്റി തരണം, ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവങ്ങൾ അറിയും. ചന്ദ്രനാ പറയുന്നത് കേട്ടോ. ഇന്നത്തെ ഒച്ചയും പാടിയൊക്കെ കേട്ട് എന്തേത് പറയാനാണ് ഈ കുണ്ടം വന്നു ഞാൻ മാവിനെറിഞ്ഞു കഴിഞ്ഞ ഓട് കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. ആ അല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യല്ലേ ഇട്ടോട്. രണ്ട് മക്കളുണ്ട്, അപ്പുറത്തെ ഉണ്ട്, രണ്ടും കൂടെ വന്ന് എന്റെ മാവിന് പറഞ്ഞിരിക്കുന്നു പെണ്ണ്. മാവിനെറിഞ്ഞോട്ടായിനി, പക്ഷെ ഈ ഓട് കംപ്ലീറ്റ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അതാ കുഴപ്പം. കൊളോട് പറയല്ല, ഞാൻ ഇതിന്റെ ഒരു പരിഹാരം കാണും. നാളെ ഞാൻ കേസ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ പോകും. പറയാ പറഞ്ഞു ചെയ്യാം, ഓടൊക്കെ മാറ്റി തരാൻ പറയാം. മാറ്റി തരാൻ പറയണം, ഞാൻ പറഞ്ഞിരിക്കുന്നു. ആ അതിനൊരു പരിഹാരം കേട്ടിട്ട് പോന്നാ. എവിടേക്കാ പോണത്? ഞാനിക്ക് ഒന്ന് ഒന്നാമത്തെ വരെ പോണം. ഓ ആയിക്കോട്ടെ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരിയോ? അയ്യോ അയ്യോ ഓ, ആരെങ്കിലും ഒന്ന് ഓടി വരീ. അയ്യോ പോയി നോക്കുന്നേ. എന്താ പറ്റിയ? അയ്യോ താങ്ങി ഇവിടെ പിടിക്കാം. താങ്ങി താങ്ങി എടക്കാ കൊണ്ടുപോകുക. തോർത്തൊക്കെ നടന്നോട്ടാക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ തോർത്തല്ല വലിയ കാര്യം. താങ്ങി നടക്കി എടുത്തോണ്ടി വരൂല്ലേ? അയ്യോ ആന്നില്ല അല്ലേ? കുരിക്കളെ നമ്മളെ ചന്ദ്രേട്ടനല്ലേ, ഇവിടെ കെടാമംഗലത്തിന്റെ അനിയന്, ആള് വീണിട്ട് കയ്യും കാലും ഒക്കെ എന്തൊക്കെ വായ്പ വയ്ക്കുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയൂല. നിങ്ങൾ ഒന്ന് ഓട്ടോ വിളിച്ചിരിക്കുന്നു. ഓട്ടോ വിടുന്നുണ്ട് ഇപ്പൊ തന്നെ. എന്തായാലും ആ പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലാത്ത നടക്കി പെണ്ണുങ്ങളും മക്കളും ഇവിടെ ഇല്ല. അന്നേരം ഇയാള് പറമ്പക്കൂടെ പണിയെടുത്ത് കിടന്നാണ്. അനർത്ഥം പറ്റാൻ അത് മതി. അതാണ് വല്ലാത്ത ഇതാ കോൾഡ്. നോക്കി ഇങ്ങനെ കിടപ്പ് നോക്കി. എന്താ ചന്ദ്രമൂപ്പ പറ്റിയത്? കാലൊന്ന് പടം മറിഞ്ഞു. അതാണ് കുരിക്കളെ. കടന്നോളൂ, സ്കൂള് കൊടുത്തോളൂ. കാലോട് പറ്റാ എത്ര ഭദ്രപ്പ തേങ്ങന്റെ വില? തേങ്ങക്ക് ഇപ്പൊ അടക്കനാട്ടും വലിയ വില ആണെന്ന്. എത്ര വില? അത് കിടക്കൂ.
പ്രശ്നമൊന്നുമില്ല. ചന്ദ്രമുപ്പ റെഡിയായി. ഈ രാമപുരിക്കള് തൊട്ട ആ കാല് പെട്ടെന്ന് ശരിയാവും. ഇപ്പൊ തന്നെ നിങ്ങക്ക് നിലത്ത് കിട്ടാം കാല് പോരെ. ഞാൻ പിടിച്ചോളൂ, കുത്തിച്ചോളൂ, നീട്ടിക്ക വെച്ചോളൂ. ഒരു ശ്രദ്ധ വേണട്ടോ. ഇവിടെ ആരുമില്ലേ? ആരുമില്ല. വീട്ടുകാരൊക്കെ എവിടെ പോയി? ഒരു ഓളെ വീട്ടിൽ പോയതാ. അല്പം കഞ്ഞി കൊടുക്കണമായിരുന്നല്ലോ. കഞ്ഞിപ്പോ നമ്മളെ മോളിലേ നേരെ മോളില് ദേവിയേച്ചില്ലേ, ദേവിയേച്ചിനോട് ഞങ്ങൾ പറഞ്ഞു പോവാം. ദേവി ഇപ്പം വരൂ. അല്ല എന്നാലും മലപ്പുറത്തുനിന്ന് ഇവിടെ എത്തണ്ടേ, കുറച്ച് റോഡൊക്കെ ബ്ലോക്ക് ആണെങ്കിലോ. നേരം വൈകിയാണ് ദേവിയേച്ചി ഇവിടെ വന്നും കഴിഞ്ഞ് എന്താ കഞ്ഞി എന്താ കൊടുത്തോട്ടെ അല്ലേ? അതാ നല്ലത്. ഞങ്ങളത് പറഞ്ഞു പോവാം. നിങ്ങൾ പോണേരോ ബാവേട്ടാ പൈസ നിങ്ങൾ കൊടുക്കോ? രണ്ടാൾക്കാരാടാ വന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തേ പറ്റിയത് അവിടെ ആരോ പോത്തനെ കൊണ്ട് കെട്ടീന്. അപ്പൊ അത് ഞാൻ ഇത് സൈഡിൽ കൂടെ അങ്ങനെ പോരേനെ. അതൊന്ന് തിരിഞ്ഞപ്പോ ഞാൻ ഒന്ന് മെല്ലെ ഒന്നും വിടലാന്നിട്ട് പോയി. അപ്പൊ അവിടെ ഒരു മതിലുണ്ടായിന്, അവിടെ നിന്ന് ഇറങ്ങി കാലൊന്ന് ഉളുക്കിപ്പോയി. നിങ്ങളെന്തോ കഴിച്ചീനെയോ? ഇല്ല, കഴിച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ ഇത്തിരി കഞ്ഞിയും പാറൊക്കെ ഉണ്ടീനി, ഞാൻ എടുത്തുണ്ടോട്ടെ? കഞ്ഞി കുടിച്ചോടി. ബുദ്ധിമുട്ടിയോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടാ? പിന്നെ കുട്ടികൾ ആ ഓട് പൊട്ടിച്ചെന്നല്ലോ, അത് മുമ്പൊക്കെ നാളെ എന്തെങ്കിലും ചെയ്യാട്ടോ. അതൊന്നും വേണ്ട, നാളെ അളിയൻ വരുന്നുണ്ട്. അപ്പൊ ഒരാൾ ശരിയായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ പ്രശ്നമാക്കണ്ട. ഇതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൂരെയുള്ള ബന്ധുക്കളെക്കാളും അടുത്തുള്ള അയൽവാസികളാണ് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടുക.